ഏതായാലും കാര്യങ്ങൾ നന്നായി തന്നെ അവസാനിച്ചു. നീ ഇത്രല്ലേ കണ്ടുള്ളൂ, അങ്ങോട്ട് നോക്കിയേ. എന്നിട്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന വി ഡി സതീശൻ നിലപാടെടുക്കുന്നു. അതിനിടയ്ക്ക് ആ പിള്ള കയറി അങ്ങോട്ടേക്ക്. മാധ്യമങ്ങളിൽ വി ഡി സതീശന് വേണ്ടി വലിയ മുറവിളിയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. മന്ത്രിയാവാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട്. പ്രതിപക്ഷത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് മണിയാനി കുട്ടിച്ചന്റെ നേതൃത്വത്തിൽ കുഞ്ഞുമോനും കൂട്ടരും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുക. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? വലിയ പാട് തന്നെയായി മുന്നണി സംവിധാനം. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാരും. ഒരാള് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. അവസാനം എടുത്ത് വെളി തള്ളുന്ന് പറഞ്ഞപ്പോ ഒക്കെ അങ്ങ് അടങ്ങി. വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ഇതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. രമേശ് ചെന്നിത്തല എന്ന വാർത്ത കൂടി ഘട്ടത്തിൽ വരികയാണ്. KC സന്തോഷം രേഖപ്പെടുത്തി പ്രതികരണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. റഹീസ്, പോട്ടട സുന്ദരേശ, നിന്നെപ്പോലെ വിഷമം എനിക്കുണ്ട്. ഗാന്ധിയോടും രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി അറിയിച്ചു. തന്റെ സീനിയോറിറ്റി പരിഗണിച്ചില്ല, പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം പരിഗണിച്ചില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കൊടുക്കുന്ന നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. അയ്യോ, എന്താണ്ട് മറന്നല്ല, കിട്ടി.